നമസ്കാരം. ഇന്ത്യൻ രൂപ മൂല്യം ഇടിഞ്ഞതോടെ വിദേശ കറൻസികൾക്ക് മൂല്യം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഡോളറിന്റെ കരുത്ത് വർദ്ധിച്ചതാണ് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയായി മാറിയത്. ഡോളർ സൂചിക സർവകാല റെക്കോർഡ് നിരക്കിലാണ്. ഡോളർ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇതോടെ ഇന്ത്യൻ രൂപയുടെ തകർച്ച തുടരും. അതായത് UAE ദിർഹം ഉൾപ്പെടെയുള്ള GCCയിലെ 6 രാജ്യങ്ങളിലെ കറൻസി മൂല്യം വർദ്ധിക്കും. പ്രവാസി സമൂഹത്തിന് ഇപ്പോൾ ഇത് നല്ല അവസരമാണ് കൈവന്നിരിക്കുന്നത്. വിദേശത്തെ അവരുടെ അധ്വാനത്തിന് മൂല്യം കൂടുന്ന സാഹചര്യമാണിത്. തിടുക്കത്തിൽ നാട്ടിലേക്ക് പണമയച്ച് ലാഭം കൊയ്യാൻ പ്രവാസികൾ ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ തിടുക്കം വേണ്ടെന്നും കാത്തിരുന്നാൽ ഇനിയും ലാഭം കൊയ്യാനാകുമെന്നുമാണ് വിപണി നൽകുന്ന സന്ദേശം. ഡോളർ സൂചിക 109.90 മുകളിലെത്തിയിട്ടുണ്ട്. വൈകാതെ 110 ഉയർന്നേക്കും. ഡോളർ സൂചിക ഉയരുന്നു എന്നതിനർത്ഥം ഡോളറുമായി മത്സരിക്കുന്ന മറ്റു കറൻസികളുടെ മൂല്യം കുറയുന്നു എന്നതാണ്. ഇവിടെയാണ് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടി ലഭിക്കുന്നത്. അതേസമയം രൂപയുടെ മൂല്യം ഉയർത്താനുള്ള ശ്രമം റിസർവ് ബാങ്ക് തുടരുന്നുണ്ട്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 86.36 എന്ന നിരക്കിലെത്തി. ആദ്യമായിട്ടാണ് രൂപ ഇത്രയും താഴേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ നിൽക്കില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനിയും രൂപ മൂല്യം ഇടിഞ്ഞ് മൂക്ക് കുത്തിയെന്ന് വരാം. വൈകാതെ രൂപയുടെ മൂല്യം 90ലേക്ക് എത്തിയേക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സംഖ്യ പ്രവചനമാണെങ്കിലും രൂപ പെട്ടെന്ന് മുന്നേറാനുള്ള സാധ്യത ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രൂപയുടെ മൂല്യം കുറയുന്നുവെന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില വർദ്ധിക്കുമെന്നാണ്. ഇന്ത്യ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $80 പിന്നിട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയാണ്. ഉയർന്ന വില നൽകി ക്രൂഡ് ഓയിൽ വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ വ്യാപാര കമ്മി കൂടാൻ ഇത് കാരണമാകും. അതേസമയം UAE പ്രവാസികൾ രൂപയുടെ മൂല്യം തിരയുന്ന തിരക്കിലാണ്. എക്സ്ചേഞ്ചുകളിൽ ഇത് സംബന്ധിച്ച അന്വേഷണം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്ന് ഇന്ത്യൻ രൂപയും UAE ദിർഹവും തമ്മിലുള്ള മൂല്യവ്യത്യാസം 23.45 ആണ്. ഇത്രയും കൂടുതൽ മൂല്യം ദിർഹത്തിന് ലഭിക്കുന്നത് ആദ്യമായാണ്. ഇനിയും ദിർഹം മൂല്യം കൂടിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. വരും ദിവസങ്ങളിൽ രൂപമൂല്യം ഇടിയുമെന്നും അതുകൊണ്ട് തന്നെ പ്രവാസികൾ കാത്തിരുന്നാൽ ലാഭം കൊയ്യാമെന്നും നിരീക്ഷിക്കുന്നവരുണ്ട്. UAEയിലെ സ്വർണത്തിന്റെ വിലയും പുറത്തു വന്നിട്ടുണ്ട്. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 325.25 ദിർഹമാണ്. 22 ക്യാരറ്റ് ഗ്രാമിന് 301 ദിർഹവും 21 ക്യാരറ്റ് ഗ്രാമിന് 291.50 ദിർഹവുമാണ്. ഇനി 18 ക്യാരറ്റ് ഗ്രാമിന് 249.75 ദിർഹമാണ് വില. UAEയിൽ നിന്ന് സ്വർണ്ണവില കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. രാജ്യത്തേക്കുള്ള NRI നിക്ഷേപം കൂടിയ ശേഷം റിസർവ് ബാങ്ക് NRIകളുടെ വിദേശ കറൻസി നിക്ഷേപത്തിന്മേലുള്ള പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. 2025 മാർച്ച് വരെ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് വിവരം. രൂപയുടെ മൂല്യം ഇടിയുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തേക്കുള്ള വിദേശ കറൻസി നിക്ഷേപം കൂടുതൽ ആകർഷകമാക്കാൻ ലക്ഷ്യമിട്ടാണ് RBIയുടെ ഈ നടപടി. NRIകൾ ഓപ്പൺ ചെയ്യുന്ന ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.